ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ, എന്നോട് തന്നെ. കാരണം ഞാൻ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. എനിക്കിപ്പോൾ കുറച്ച് ലേറ്റായിട്ടൊക്കെ ആയിരിക്കും എണീക്കുന്നത്. അപ്പോൾ പണി, പിന്നെ പിള്ളേരെ നോട്ടം, ഇതൊക്കെ ആയിട്ട് വീഡിയോ എടുക്കലും പിടിക്കലൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് എന്തായാലും വീഡിയോ എടുക്കണം. കാരണം ഇതൊന്നും എനിക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റിയ ഒരു ഇതായിരിക്കണം എന്ന് വിചാരിച്ചു. ജാനിക്കുട്ടി ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോണതാണ്. അപ്പോൾ എനിക്ക് എന്താണ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഞാൻ തലേ ദിവസം ഒന്നും ഉറങ്ങിയിട്ടില്ല. എനിക്ക് ഒന്നാമത്തെ കാര്യം അവിടെ പോയി എന്ത് ചെയ്യും, കരയോ ബഹളം വയ്ക്കുമോ അതൊക്കെ ഓർത്തിട്ട് അങ്ങനെ. പിന്നെ ഞാൻ അലാറം കേട്ടിട്ട് ഞാനെങ്ങനെ ഓഫ് ചെയ്ത് കളഞ്ഞ് കിടന്ന് ഉറങ്ങും സാധാരണ പോലെ. അതും എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ എണീറ്റ് ഇതേ ജാനയ്ക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണം, ഉച്ചക്കത്തെ ലഞ്ച് വേണം, അതുപോലെ തന്നെ അവർക്ക് സ്നാക്സ് എന്തെങ്കിലും വേണം കേട്ടോ. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സും വേണം. അപ്പോൾ ജാനിക്കുട്ടിക്ക് ഇഷ്ടം മോരുകറിയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് അത് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയി തന്നെ കഴിക്കേണ്ടതല്ലേ, ഫുഡ് കഴിച്ചോളൂല്ലോ. അപ്പോൾ പപ്പടം ഉണ്ടെങ്കിൽ കൊച്ചു ഓക്കെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാനപ്പോൾ തലേ ദിവസമേ പറഞ്ഞായിരുന്നു എനിക്കിതൊക്കെ മതിയെന്ന്. പിന്നെ ഞാൻ ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. പിന്നെ പയർ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്, കാരണം ഞങ്ങൾക്ക് പുട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അതൊക്കെയാണ് ചെയ്തത്. പിന്നെ ഞാൻ ഇന്നലെ വിചാരിച്ച് ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെക്കണമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ എങ്ങനെയോ ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ കുക്കറിലാണ് വേവിച്ചത്. അപ്പോൾ ജാനക്കുള്ളത് പാലൊക്കെ എടുത്തിട്ടുണ്ട്. ജാനക്ക് ബൂസ്റ്റ് ഇട്ട് കുടിക്കണം കേട്ടോ, കുറച്ച് ഇഷ്ടം. അങ്ങനെ ഞാനിപ്പോൾ എടുത്തിട്ട് ജാനേനെ നമുക്ക് വിളിച്ച് എണീപ്പിക്കാമെന്നും പറഞ്ഞ് ഞാൻ റൂമിലേക്ക് ചെന്ന്, എൻ്റെ പൊന്നു ജാന ജന്മം ചെയ്ത കണ്ണ തുറക്കൾ, എന്നെ കട്ടിലേക്ക് കൊണ്ടേക്കെടുത്തേ എനിക്ക് ഉറക്കം വന്നേന്ന് പറഞ്ഞ് കുറേ നേരം എൻ്റെ തോളിൽ കിടന്ന് ഭാഗ്യത്തിന് 6:45 എനിക്ക് എണീപ്പിക്കാൻ തോന്നി കേട്ടോ. അതുകൊണ്ട് കുറച്ച് സമയത്ത് ഞാൻ കുറച്ച് നേരം കൂളാക്കി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും കൊച്ച് ഓക്കെ ആവുമല്ലോ, ഉറക്കമൊക്കെ മാറും, നിക്കിളിയൊക്കെ കൂട്ടി വർത്താനമൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ശരിയായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതേ പാലൊക്കെ എടുത്ത് കുടിച്ച്, പിന്നെ അപ്പം മനുഷ്യരായിട്ട് പേരൊക്കെ നമ്മൾ റെഡിയാക്കണം കേട്ടോ. എല്ലാത്തിലും പേര് എഴുതണം. തലേ ദിവസമായപ്പോൾ ടീച്ചർ കുറേ ഐറ്റംസ് മേടിക്കാൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം മേടിച്ച് എല്ലാത്തിലും പേരെഴുതി ഇതേ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സോഫയിൽ തന്നെ എടുത്ത് വെച്ചേക്കും കേട്ടോ. ജാനയുടെ നെയിം സ്ലിപ്പ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ചുമ്മാ ഒരു ഐഡിയ തോന്നിയതാണ് യൂണിഫോം ഇട്ടിട്ട് നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയാലോ എന്ന്. പക്ഷെ അത് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ജാനക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മാവ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജാനക്ക് അപ്പോൾ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ന്യൂട്ടലിൽ ഇട്ട് മതിയെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ന്യൂട്ടലിയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഞങ്ങൾക്കുള്ള പയറുകറിയും പുട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പണിയൊക്കെ ഒരുവിധമായിട്ടുണ്ട്. ഇനി മെയിനായിട്ടും ജൂക്കട്ടൻ അവിടെ കിടന്ന് ഉറങ്ങണേണ്, അതിനെ എണീപ്പിച്ചിട്ട് വേണം. കാരണം നമ്മളെല്ലാവരും കൂടി പോകാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഡേയിൽ കൊച്ചിനൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഞങ്ങളെല്ലാവരും കൂടി പോകാമെന്ന് പറഞ്ഞാണ് ഇരിക്കണത്. അപ്പോഴത്തേ ന്യൂട്ടലിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ജാനേനെ ബ്രഷ് ചെയ്യിപ്പിക്കണം. ജാന ഇന്നെന്തോ കുഴപ്പമില്ലാതെയാണ് ഇരിക്കണം ഈ സമയം വരെ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് പറയാനുണ്ട് കേട്ടോ, അമ്മ എനിക്ക് പോവണ്ട, എനിക്ക് അമ്മേനെ കാണണ്ട, എനിക്ക് സങ്കടം വരില്ലേ, കുറേ സെൻറ്റിയൊക്കെ അടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി. പിന്നെ ഞാനും മനുഷ്യനും കൂടി ഓരോന്നൊക്കെ പറഞ്ഞു. സ്കൂളിൽ ചെന്നിട്ട് കളിക്കാം, ഫ്രണ്ട്സിനെ കിട്ടും, സ്കൂൾ ബസ്സിൽ പോകാം, നല്ല രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഏകദേശമൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഞാനൊക്കെ കഴിക്കാൻ പറ്റണില്ല കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിക്കണതുകൊണ്ട് ഞാനിങ്ങനെ പയ്യെ വായൊക്കെ തുറന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് TV വയ്ക്കാം, ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇച്ചിരി മൂടാവുമല്ലോ. അപ്പോഴത്തേക്കും ജൂക്കുട്ടൻ എണീറ്റ് ഞങ്ങളുടെ TV വെച്ച് ആ പാട്ട് കേട്ടപ്പോൾ തന്നെ ചാടി എണീറ്റ്. ഇനി അതിൻ്റെ കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കുറച്ച് നേരത്തേക്ക്. ഒത്തിരി സമയം പോയിട്ടോ. ഞങ്ങൾക്ക് 10 മണിക്കാണ് സ്കൂളിൽ ചെല്ലാൻ പറഞ്ഞേക്കണത്. ഇനി എപ്പോൾ ചെല്ലുമെന്ന് അറിയാൻ പാടില്ല. പിന്നെ ഒരുവിധം കരച്ചിലും ബഹളമൊക്കെ കുറച്ച് ജാന കളിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഒതുങ്ങി കേട്ടോ. ഇതാണ് നമുക്ക് രണ്ടുപേരെയും കൂടി മാനേജ് ചെയ്യാൻ ഇച്ചിരി പാടാണ് കേട്ടോ. പിന്നെ ഞാൻ ജൂക്കുട്ടനെ മനുഷ്യൻ്റെ ഏൽപ്പിച്ചിട്ട് ജാനേനെ വേഗം പോയി കുളിപ്പിച്ചു കേട്ടോ. തല നനച്ചിട്ടില്ല, കാരണം തലേ ദിവസം ഞാൻ തലയൊക്കെ കഴുകി ഷാമ്പൊക്കെ ഇട്ട് വാഷ് ചെയ്തതാണ്. അപ്പോൾ ജാനയാണ് തന്നെ ക്രീമും സൺസ്ക്രീനൊക്കെ തേക്കാറ്. കാരണം ജാനയ്ക്ക് ഇങ്ങനെ തൊട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തന്നെ തേക്കാമെന്ന് പറയുന്നത്, തന്നെ തേച്ചാൽ കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, അമ്മ തേച്ച് തന്നോളാം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ പാവട്ടോ, എനിക്ക് നിൽക്കണം കണ്ടിട്ട് ഭയങ്കര സങ്കടം വന്നിട്ട് പിന്നെ ഞാൻ എങ്ങനെയൊക്കെ സങ്കടങ്ങളെ അടക്കി പിടിച്ച് നിർത്തി റെഡിയാക്കില്ല. പിന്നെ ധൃതി പിടിക്കുമ്പോൾ നമുക്ക് കരയാനുള്ള സമയം കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് പോയി വേഗം അങ്ങ് റെഡിയാക്കി കേട്ടോ.
ഗൈസ് ഞങ്ങളങ്ങനെ സ്കൂളെത്തി, ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടിയൊക്കെ. അപ്പോൾ ഞങ്ങളിത് അങ്ങോട്ടേക്ക് നടക്കുവാണ്. കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല, വന്നേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് എത്തിയേക്കണത്. ഇനി സമയം അങ്ങ് വൈകി പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ അതേ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാനാണ്. പിന്നെ ടീച്ചർമാരെല്ലാവരും കൂടി ചേർന്ന് ഈശ്വര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇനി UKGയിലേക്കായ കുട്ടികളുടെ നല്ല അടിപൊളി ക്യൂട്ട് ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുത്തെ ടീച്ചർമാരുടെ ഒരു ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു, അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല പാട്ട്, ഞാൻ കോപ്പിറൈറ്റ് ആയാലോന്ന് ഓർത്തിട്ടാണ് സോങ് ഇടാത്തത്. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രിൻസിപ്പൾ നമ്മുടെ സ്കൂളിനെ കുറിച്ചും പിന്നെ നമുക്ക് കുറച്ച് മോട്ടിവേറ്റഡ് ആയിട്ടൊക്കെ പറഞ്ഞൊക്കെ തന്നു. പിന്നെ ടീച്ചർ പറയും സ്റ്റേജിലേക്ക് വാ, നമുക്ക് DJ ഇടും, അപ്പോൾ കുട്ടികൾക്കൊന്ന് ഒരു ഉഷാറാകാൻ വേണ്ടിയിട്ട് കയറാൻ പറയും. പക്ഷേ ജാനിക്കുട്ടിയുടെ മുഖം കണ്ടോ ഭയങ്കര സാഡായിട്ടിരിക്കണത്. കൊച്ചെല്ലാവരും കളിക്കണമ്പോഴത്തേക്കും കളിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് പോയി, ഞാൻ അവിടെ നിന്ന് കരയും കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ജാനയുടെ മുഖത്ത് നമുക്കറിയാമല്ലോ സന്തോഷമായിട്ടാണ് ഇരിക്കണേ സങ്കടമായിട്ടാണ് ഇരിക്കണേ, നമുക്ക് കാണുമ്പോഴത്തേക്കും അത് മനസ്സിലാവുമല്ലോ. കുറച്ച് പേരൊക്കെ കരയണമുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ കൊച്ച് നമ്മുടെ അടുത്ത് ഓടി വന്നങ്ങ് മേത്തൊക്കെ കയറിയിരിക്കും കേട്ടോ. പിന്നെ മനസ്സിലും കുറച്ച് നേരം കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ടീച്ചർ മൈക്കിൽ കൂടി അനൗൺസ് ചെയ്യും, ഡിവിഷൻ തിരിച്ച് ക്ലാസ്സിലേക്ക് വിടുവാണ്. അങ്ങനെ ഓരോരുത്തരുടെ പേര് പറയും. ജാനയുടെ പേര് വിളിച്ചപ്പോൾ ജാനയ്ക്ക് ബായ് തന്നും അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ബാഗും നമ്മളുടെ അടുത്ത് പറഞ്ഞേക്കുന്ന സാധനങ്ങളെല്ലാം കൂടി അവരുടെ കയ്യിലേക്ക് കൊടുക്കുക. ഓരോ പത്തി പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ അവിടെ നിൽക്കണവരൊക്കെ. അപ്പോൾ അവർ ജാനേനെ അങ്ങ് എടുത്തുകൊണ്ട് അങ്ങ് പോവുക കേട്ടോ. കാര്യം ജാന ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ ജാനക്കുട്ടി ഓക്കെ ബായ് എന്ന് പറയലും ജാന മുട്ടം കരച്ചിൽ. പിന്നെ അവിടെ നിൽക്കത്തില്ല, രക്ഷയില്ല, ടീച്ചർ വേഗം വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുവാണ്. ജാനിക്കുട്ടിക്ക് അപ്പോൾ 3 മണി വരെ ക്ലാസ് ഉണ്ട്. സ്കൂൾ ബസ്സിൽ എഴുതി കൊടുത്തിട്ടാണ് പോന്നേക്കണത്. നമ്മൾ ചെന്ന് വിളിക്കണില്ല, അപ്പോൾ കൊച്ചിന് അത് പിന്നെയും ശീലമായാലോന്ന് ഓർത്ത് അപ്പോൾ കൊച്ച് സ്കൂൾ ബസ്സിന് വന്നോളും, വിഷമിക്കാനൊന്നുമില്ലെന്നൊക്കെ ടീച്ചർ പറഞ്ഞ് ആശ്വസിപ്പിച്ചാണ് വിട്ടേക്കണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, ഇതെന്നൊരു ഓർമ്മയായിട്ട് യൂട്യൂബിൽ കിടക്കണമെന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്ര കാര്യമായിട്ട് വീഡിയോ എടുത്തേക്കണത്. അപ്പോൾ ഓക്കെ ബൈ, ടാറ്റ, സീ യു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.